മലയാളി സ്ത്രീയെ മായമേതുമില്ലാതെ വെള്ളിത്തിരയിൽ പകർത്തിയ നടിയാണ് ഉർവശി. ഹാസ്യമോ ഗൗരവമോ കണ്ണീരോ കുശുമ്പോ എന്ന് തുടങ്ങി കഥാപാത്രത്തിന്റെ സ്ഥായീയ ഭാവം ഏതുമായിക്കൊള്ളട്ടെ, ആ കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന മലയാളി നടിയാണ് ഉർവശി. എക്കാലവും സ്ക്രീനിൽ ജീവിക്കുക തന്നെയായിരുന്നു ഉർവശിയുടെ കഥാപാത്രങ്ങളുടെ ജീവൻ. നടിപ്പിൻ രാക്ഷസി എന്നാണ് ഉർവശിയെ കമലഹാസൻ അടക്കമുള്ള താരങ്ങൾ വിശേഷിപ്പിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട താരം ഉർവശിയുടെ കുട്ടിക്കാല ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. നടൻ KP ഉമറിനെയും ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഉർവശിയുടെ രണ്ടാമത്തെ സിനിമയായ കതിർ മണ്ഡപത്തിൽ നിന്നുള്ള രംഗമാണ് ഈ ചിത്രത്തിൽ ദൃശ്യമാകുന്നത്. നാടക നടനായ ചാവറ VP നായരുടെയും നടി വിജയലക്ഷ്മിയുടെയും മകളായ ഉർവശി 8ാം വയസ്സിൽ വിടരുന്ന മുട്ടുകൾ എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് ആദ്യം അഭിനയിക്കുന്നത്. ഉർവശിയുടെ ചേച്ചിയും നടിയുമായ കൽപ്പനയുടെ ആദ്യ ചിത്രവും ഇതുതന്നെയായിരുന്നു. പിന്നീട് 1979 പുറത്തിറങ്ങിയ കതിർ മണ്ഡപം എന്ന ചിത്രത്തിൽ ജയഭാരതിയുടെ മകളായി ഉർവശി വേഷമിട്ടു. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിക്കുകയും ചെയ്തു. 1983 തുടരും ഉറവ് എന്ന ചിത്രത്തിലാണ് ഉർവശി ആദ്യമായി നായികയാവുന്നത്, അതും 13ാം വയസ്സിൽ. എന്നാൽ ഈ ചിത്രം 3 വർഷങ്ങൾക്ക് ശേഷം 1986 തിയേറ്ററുകളിലെത്തിയത്. ഉർവശി നായികയായി ആദ്യം തിയേറ്ററുകളിലെത്തിയത് മുന്താണി മുടിച്ചു എന്ന തമിഴ് ചിത്രമാണ്. പിന്നീട് അങ്ങോട്ട് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലായി 500ലേറെ സിനിമകളിലാണ് ഉർവശി വേഷമിട്ടത്. അടുത്തിടെ റിലീസിനെത്തിയ ഉള്ളൊഴുക്ക് വരെ എത്തി നിൽക്കുന്നു ഉർവശിയുടെ അഭിനയ ജീവിതം. പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.